അസ്സലാമലൈക്കും ആയിഷാസ് ഹെവനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓവൻ ഇല്ലാതെ ബ്രെഡ് പീസസ് കൊണ്ട് ഒരു പിസ്സയാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. 4 മുട്ട, ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചത്, സവാള ചെറുതായി കട്ട് ചെയ്തത്, ചീസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് കട്ട് ചെയ്തത്, കുരുമുളക് പൊടി, ഉപ്പ്, 1 കപ്പ് പാല്, പിന്നെ ടൊമാറ്റോ സോസ്. ആദ്യം മുട്ട നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. പാലൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസസിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ബ്രെഡ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഒരല്പം ബട്ടർ ഇട്ട് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം മിക്സ് ചെയ്ത് വെച്ച ബ്രെഡ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇരുന്ന് ആവിയിൽ വേവട്ടെ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പം തുറന്ന് നോക്കാം. ഇനി ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. സാധാരണ ക്യാപ്സിക്കം ആണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിലിപ്പോൾ ക്യാപ്സിക്കം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ 2 പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മേളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റും കൂടി ആവിയിലിരുന്ന് വെന്ത് വരട്ടെ. ഇങ്ങനെ നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇതിന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.